നമസ്കാരം. ബജറ്റ് പ്രഖ്യാപനത്തിൽ ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകിയിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനൊപ്പം തന്നെ ക്യാൻസർ മേഖലയ്ക്കും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 36 മരുന്നുകളുടെ കസ്റ്റം ഡ്യൂട്ടി ഒഴിവാക്കിയതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പറഞ്ഞിരുന്നു. ക്യാൻസർ അടക്കമുള്ള ഗുരുതര രോഗങ്ങളുടെ മരുന്നുകളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം 6 ജീവൻ രക്ഷാ മരുന്നുകളുടെ കസ്റ്റം ഡ്യൂട്ടി 5% കുറച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ ട്രാസ്റ്റുസ്മാബ്, ഒസിമെർട്ടിനിബ്, ദുർവാലുമാബ് എന്നീ 3 ക്യാൻസർ മരുന്നുകളുടെ കസ്റ്റം ഡ്യൂട്ടി സർക്കാർ ഒഴിവാക്കിയിരുന്നു. മാത്രമല്ല GST നിരക്കിലും കുറവ് വരുത്തിയിരുന്നു. അതേസമയം മൊബൈൽ ഫോണുകൾക്കും വില കുറയും. ലിഥിയം ബാറ്ററികളുടെ കസ്റ്റം ഡ്യൂട്ടി ഒഴിവാക്കിയതായി മന്ത്രി അറിയിച്ചിരുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾക്കും വില കുറയും. അതിനിടെ ആദായ നികുതിയിലും ബജറ്റ് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ഇളവ് പ്രഖ്യാപിച്ചത്. ഇതാദ്യമായാണ് ഇത്രയും വലിയ ഇളവ് പ്രഖ്യാപിക്കുന്നത്. വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷയോടെയാണ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ആളുകൾ ഉറ്റുനോക്കിയിരുന്നത്. 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയിൽ ഇളവ് വരുത്തിയേക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. നിലവിൽ പുതിയ ആദായ നികുതി വ്യവസ്ഥ പ്രകാരം 7.75 ലക്ഷം വാർഷിക ശമ്പളമുള്ളവർക്ക് ആദായ നികുതി ബാധകമല്ല. അതുകൊണ്ട് തന്നെ 10 ലക്ഷം വരെ ഇളവിനുള്ള സാധ്യതയാണ് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ 12 ലക്ഷം വരെ വരുമാന പരിധി ഉയർത്തി ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയത്. പ്രഖ്യാപനം മധ്യവർഗ കുടുംബങ്ങളിലെ നികുതിദായകർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിസ്ഥാന നികുതി പരിധിയിലും ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ 3 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് നികുതി ബാധ്യതയുണ്ട്. നേരത്തെ ഇത് 2.5 ലക്ഷം രൂപയായിരുന്നു. പുതിയ ബജറ്റിൽ 3 ലക്ഷം എന്നത് 4 വരെയായി ഉയർത്തിയിട്ടുണ്ട്. പുതുക്കിയ സ്ലാബ് പ്രകാരം 4 മുതൽ 8 ലക്ഷം വരെയുള്ളവർക്ക് 5% നികുതി, 8 മുതൽ 12 ലക്ഷം വരെയുള്ളവർക്ക് 10% നികുതിയുമാണ് ഉണ്ടാവുക. 12 മുതൽ 16 ലക്ഷത്തിന് 15%, 16 മുതൽ 20 ലക്ഷം വരെയുള്ളവർക്ക് 20%, 20 മുതൽ 24 ലക്ഷം രൂപ വരെയുള്ളവർക്ക് 25%, 25-ന് മുകളിലുള്ളവർക്ക് 30% എന്നിങ്ങനെയാണ് നൽകേണ്ടത്. അതേസമയം ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിന് ശിക്ഷ ഇളവില്ലെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഇതിനു പുറമെ 37 മരുന്നുകൾക്കും 13 പുതിയ രോഗി സഹായ പദ്ധതിക്കും പൂർണ്ണമായും നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. വരുന്ന 3 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025-26 വർഷത്തിൽ തന്നെ ഇതിൽ 200 സെന്ററുകൾ ക്രമീകരിക്കും. രാജ്യത്തുടനീളമുള്ള ക്യാൻസർ രോഗികൾക്ക് ചികിത്സ പ്രാപ്യമാക്കാനും പിന്തുണയേകാനും ആരോഗ്യ സേവനങ്ങളിലെ വിടവ് നികത്താനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്.